ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. മാധവ് സാർ ഇസ് ഹിയർ. അപ്പോൾ നമ്മൾ ഇന്നെന്താ പക്ക പ്രഡിക്ഷൻ ക്വസ്റ്റ്യനുമായിട്ടാണ് മാധവ് സാർ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ സാറിന് പറയാനുള്ളത് എന്താണ്? യെസ്, ഇപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്താണ് അംഗമാവാത്ത മക്കൾസ് എല്ലാവരും തന്നെ ഇപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചേരണം കേട്ടോ. അപ്പോൾ അതിലെന്താണ് ഡെയിലി പ്ലാനുകൾ, അതോടൊപ്പം തന്നെ നോട്ടുകൾ, ക്വസ്റ്റ്യൻ പോൾസുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് എന്താണ് ഈ എക്സാം അങ്ങോട്ട് സെറ്റാക്കാൻ പറ്റും കേട്ടോ. ഈ എക്സാം അങ്ങോട്ട് സെറ്റാക്കാൻ പറ്റും. സോ നമുക്ക് എന്താണ് സ്ലോലി നമുക്കെന്ത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലിട്ട് കിടക്കാം. എന്താണ് സാമൂഹീകരണം അഥവാ വാട്ട് ഈസ് സോഷ്യലൈസേഷൻ അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഓൾറെഡി പഠിച്ചതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ് ഏത്? സാമൂഹീകരണം അഥവാ സോഷ്യലൈസേഷൻ. എങ്ങനെ നമുക്ക് എഴുതാം ഗേൾസ്? യെസ്, സാമൂഹീകരണം അഥവാ സോഷ്യലൈസേഷൻ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറയുന്നത്. ഇത് ജനനം മുതൽ ആരംഭിച്ച് ജീവിതകാലം മുഴുവൻ തുടരുന്നു. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. നമുക്ക് ഇങ്ങനെ കൂടി പറയാം. യെസ്, സോഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് ബൈ which will learn how to behave and interact in the society we live in. It is begin at birth and continue throughout the life. Family, education, peer groups and the media all are the factors that contribute to the socialization process. അല്ലേ, സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മെയിൻ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കുടുംബം അല്ലേ, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ ഇവയെല്ലാം തുടങ്ങിയവയെല്ലാം സാമൂഹികരണ പ്രക്രിയയിലെ ഘടകങ്ങളാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. അടുത്തതായി നമ്മൾ പോകുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? യെസ്, എന്താണ് സാംസ്കാരിക വ്യാപനം അഥവാ വാട്ട് ഈസ് കൾച്ചറൽ ഡിഫ്യൂഷൻ? ഓക്കെ, യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ ക്വസ്റ്റ്യൻ ആണ് ഇത്. സാംസ്കാരിക വ്യാപനം അഥവാ കൾച്ചറൽ ഡിഫ്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം മക്കൾസ്? യെസ്, ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത്. എങ്ങനെ പറയാം? ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതിനെയാണ് എന്ത്? സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത്. സോ വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്കും തിരിച്ചും വ്യാപനം സംഭവിക്കാം. ഉദാഹരണമായി കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരുടെ ഭക്ഷണ ശൈലികൾ, ഭക്ഷണ വിഭവങ്ങൾ ഇവിടെയും സുലഭമായി ലഭിക്കാൻ തുടങ്ങി. അല്ലേ, പാനിപൂരി, പനീർ അല്ലേ, ഇവയൊക്കെ പോലുള്ള ഉദാഹരണങ്ങളാണ്. വസ്ത്രം, ഭാഷ, ആഘോഷം തുടങ്ങിയവയിലെല്ലാം മറ്റു ഘടകങ്ങൾ പ്രകടമാണ്. ഇത്തരത്തിൽ വിവിധ സംസ്കാരങ്ങൾ സൗഹൃദപൂർവം ഇടപഴകുമ്പോഴാണ് സാംസ്കാരിക വ്യാപനം സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? എങ്ങനെ കൂടി നമുക്ക് പറയാം? കൾച്ചറൽ ഡിഫ്യൂഷൻ ഈസ് എ മിക്സിംഗ് ഓഫ് എ യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൺ കൾച്ചർ ഇൻടു അനദർ കൾച്ചർ. This happens when different culture interact. This diffusion can happen from one culture to another culture and vice versa. When the number of guests works increased in Kerala, example, their food product available here too. Then clothes, language, celebration, etc. Cultural diffusion happens when different culture interact friendly manner. സെറ്റല്ലേ? കൾച്ചർ ഡിഫ്യൂഷൻ എന്താണ് എന്ന് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഡിസ്കസ് ചെയ്തു. അടുത്ത നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ വരുന്ന മറ്റൊരു ചോദ്യമാണേത്? ഭൗതിക സംസ്കാരത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെ? വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ? ഓക്കെ, എങ്ങനെ എഴുതാം? പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായ
ഭക്ഷണം, ഉദാഹരണം ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണങ്ങൾ മുതലായ ഭൗതിക സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ്, അഥവാ മെറ്റീരിയൽ കൾച്ചറിന്റെ ഘടകങ്ങളാണ് എന്ന് പറയാം. ഫുഡ്, ക്ലോത്തിങ് വിച്ച് ക്യാൻ ബി സീൻ ആൻഡ് ഹാവ് എ ഫോം, ഹൗസ് ഐറ്റംസ് എക്സെട്ര ആർ എലമെന്റ്സ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ. ഇവയെല്ലാം എന്താണ്? എലമെന്റ്സ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എലമെന്റ്സ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ ചോദിച്ചെങ്കിൽ അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വാട്ട് ഈസ് കൾച്ചറൽ അസിമിലേഷൻ? എന്താണ് സാംസ്കാരിക സ്വാംശീകരണം? എങ്ങനെ എന്താണ് സാംസ്കാരിക സ്വാംശീകരണം അഥവാ വാട്ട് ഈസ് കൾച്ചറൽ അസിമിലേഷൻ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിലെ 3, 4, 5, 6 എന്നീ ക്വസ്റ്റ്യനുകളുടെ ഇടയിൽ ഉണ്ടാവും കേട്ടോ. അസിമിലേഷൻ, വാട്ട് ഈസ് ദ കൾച്ചറൽ അസിമിലേഷൻ എന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾ എങ്ങനത്തെ ആൻസർ എഴുതണടാ? യെസ്, നമുക്കറിയാം, ഒരു ജീവിത രീതിയും സംസ്കാരവും മറ്റൊരു ജീവിത രീതിയുമായി ആ ജീവിത രീതിയിലേക്കും പ്രബല സംസ്കാരത്തിലേക്കും ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുമ്പോഴാണ് സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നത്. ഇതിലൂടെ സംസ്കാരത്തിൻ്റെ തനത് പ്രത്യേകതകൾ ക്രമേണ നഷ്ടമാവുകയും മറ്റൊരു സംസ്കാരത്തിൻ്റെ രീതികൾ അതിന് പകരം വരികയും ചെയ്യും. അല്ലേ? ഒരു സംസ്കാരത്തെ മറ്റൊരു സംസ്കാരം എന്ത് ചെയ്യുന്നു? അല്ലെ, പുറന്തള്ളുന്നു, അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരുത്തുന്നു, കീഴ്പ്പെടുത്തുന്നു. അതിനടിസ്ഥാനമായിട്ട് മാറ്റം കൊണ്ടുവരുന്നതിനെ സാംസ്കാരിക സ്വാംശീകരണം എന്ന് പറയാം. One way of life and culture is often absorbed into another way of the life and the dominant culture. Cultural assimilation occurs when one culture subjects to another culture in this way. Subjugate. Then through this, the unique characteristics of one culture are gradually lost and replaced by practices of another culture. അല്ലെ, ഒരു കൾച്ചറിന്റെ യുണീക്നെസ്, ക്യാരക്ടേഴ്സ് ഒക്കെ എന്താണ്? ഗ്രാജുവലി ലോസ്റ്റ് ആയിട്ട് പുതിയൊരു കൾച്ചർ എന്ത് ചെയ്യുന്നു? അത് റീപ്ലേസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ദിസ് ഈസ് കോൾഡ് കൾച്ചറൽ അസിമിലേഷൻ. സെറ്റല്ലേ? അപ്പൊ ഈ ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഇപ്പോൾ തന്നെ എന്താണ് സാറ് പറഞ്ഞത് വർക്ക് ഇപ്പൊ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പക്ക പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, പക്ക പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിക്കാതെ പോവരുത്, മാർക്ക് നഷ്ടമാകും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഗ്രേറ്റ് സ്റ്റോൺ മോണ്യുമെന്റ്സ്? എന്തൊക്കെയാണ് മഹാശിലാസ്മാരകങ്ങൾ? സ്റ്റോൺ മോണ്യുമെന്റ്സ്, ഗ്രേറ്റ് സ്റ്റോൺ മോണ്യുമെന്റ്സ് അല്ലെ, ഏതൊക്കെയാടാ? നമ്മൾ ഓൾറെഡി പഠിച്ചവയാണ്. കുടക്കല്ല്, തൊപ്പിക്കല്ല്, നാട്ടുകല്ല്, മുനിയറ, കല്ലറ. പറഞ്ഞേ. കുടക്കല്ല്, തൊപ്പിക്കല്ല്, നാട്ടുകല്ല്, മുനിയറ, കല്ലറ അല്ലെ. കുടക്കല്ല്, തൊപ്പിക്കല്ല്, നാട്ടുകല്ല്, മുനിയറ, കല്ലറ എന്നിവയാണ് നമ്മുടെ ഗ്രേറ്റ് സ്റ്റോൺ മോണ്യുമെന്റ്സ്. ഏതൊക്കെയാണ്? മഹാശിലാ സ്മാരകങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നത്, പറയുന്നത്, എഴുതേണ്ടത്. ഓക്കെ അല്ലേ? മറക്കരുത് കേട്ടോ. അങ്ങനെയെങ്കിൽ സാറേ ഭരണഘടന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഏതാ? എന്നാ പിടിച്ചോ. ഭരണഘടന ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് നമുക്ക് ഭരണഘടന ആവശ്യമായി വരുന്നു? വൈ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ നീഡഡ് എന്ന ക്വസ്റ്റ്യൻ ആണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് എഴുതാം? Ours is a country with a vast territory, a large population, and people from many different communities living together. Our country with such diversity moves forward according to certain laws, rules, and regulations. Similarly, most countries have a unified document containing the basic principle that help them to exist and govern themselves.
ദിസ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എങ്ങനെ പറയാം? വളരെ വിശാലമായ ഭൂപ്രകൃതിയുള്ള അല്ലെങ്കിൽ ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യയുള്ള പല വിഭാഗങ്ങളിലുംപ്പെട്ട ജനങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന രാജ്യമാണ് നമ്മുടേത് അല്ലെ. വിശാലമായ ഏരിയ ഉണ്ട്, വിശാലമായ ജനങ്ങളുണ്ട്, അവരൊന്നിച്ച് താമസിക്കുന്ന ഏരിയയാണ്. ചില നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് ഇത്തരം വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം മുന്നോട്ടു പോകുന്നത്. ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട്. അപ്പോൾ ഈ തത്വങ്ങളൊക്കെ അടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട്. ഈ ഒരു ഏകീകൃത രേഖയാണ് എന്ത് വിളിക്കുന്നത്? യെസ്, ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെറ്റല്ലേടാ? അപ്പൊ എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യപ്പെടുക എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ എഴുതണം മക്കൾസ്? ഇങ്ങനെ എഴുതണം. ഓക്കെ അല്ലേ? യെസ്. വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. സംഘകാല സാമൂഹിക ജീവിതത്തെ സമകാലിക സാമൂഹിക ജീവിതവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ എഴുതിയ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ പോലും ഇതൊരു 5 മാർക്സിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സംഘകാല സാമൂഹിക ജീവിതത്തെയും സമകാലിക സാമൂഹിക ജീവിതത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു കുറിപ്പ് അല്ലെ. സംഘകാലഘട്ടത്തെയും സമകാലിക സാമൂഹിക ജീവിതത്തെയും നിലവിലുള്ള സാമൂഹിക ജീവിതത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു കുറിപ്പ് എങ്ങനെ നമുക്ക് എഴുതാം? It can be said that the social life of the Sangam period was similar to contemporary life. In the social life of Sangam period, there were social division based on occupation. There were no social discrimination. At the same time, there was equality between men and women. Today's society does not accept distinction based on occupation or other factors. Modern society maintains gender equality by ensuring the participation of women's all field. ഇങ്ങനെ പറയാം, സംഘകാലിക സാമൂഹിക ജീവിതം സമകാലിക സാമൂഹിക ജീവിതത്തിൽ നിന്നും സമാനമായിരിക്കുന്നുവെന്ന് നമുക്ക് പറയാം അല്ലെ. സംഘകാല സാമൂഹിക ജീവിതത്തിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. ഇതിനെ തൊഴിലിനെ അടിസ്ഥാനമാക്കി. യെസ്, സാമൂഹികമായി വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. അതേസമയം സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. തൊഴിലിനെയോ മറ്റു ഘടകങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ള വേർതിരിവുകൾ ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്നില്ല. ആധുനിക സമൂഹം എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സ്ത്രീ പുരുഷ സമത്വം നിലനിർത്തുന്നു. സ്ത്രീ പുരുഷ സമത്വം നിലനിർത്തുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് എഴുതാം? സംഘകാല സാമൂഹിക ജീവിതവും സമകാലിക സാമൂഹിക ജീവിതവുമായിട്ടുള്ള താരതമ്യം ചെയ്തുകൊണ്ട് ഒരു വിശദമായിട്ടുള്ള ഒരു കുറിപ്പ് ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ എഴുതി വെക്കണം അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. നോട്ടുകൾ കിട്ടാനായി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അടുത്തതായി നമ്മൾ പോകുന്ന മെയിൻ സ്റ്റോറി ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏത് യെസ്, 5 എക്കോളജിക്കൽ റീജിയൻസ് ഇൻ സംഘം ലിറ്ററേച്ചർ. ഏതൊക്കെയാടാ പറഞ്ഞേ? ഫസ്റ്റ് വൺ കുറിഞ്ചി അല്ലെ, കുറിഞ്ചി. സെക്കൻഡ് വൺ മുല്ലൈ. ദെൻ തേർഡ് വൺ പാലൈ. ദെൻ ഫോർത്ത് വൺ മരുതം. ഫിഫ്ത്ത് വൺ നെയ്തൽ. ഇത് പഠിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്. എങ്ങനെ നമുക്ക് പഠിക്കാം? സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാർ ഒരു സ്റ്റോറി പറയുന്നു കേട്ടോ. കുറിഞ്ചി അല്ലെ, ഒരു മലമ്പ്രദേശത്തിൽ ഒരാളുണ്ടായിരുന്നു. ആ ഒരാളെന്താണ്, ആ മല ഇറങ്ങി ഇങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെയൊക്കെ എന്താണ്? കാടുകളാണ്, ഫോറസ്റ്റ് ആണ്. അത് കഴിഞ്ഞിങ്ങനെ വന്നു ഭൂപ്രദേശത്തി. ഇവിടെ എന്താണ്? ഒരു വരണ്ട ഭൂമി ആണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് നടക്കുന്നു. ഇവിടെ കാണുന്ന എന്ത്? ഒരു അഗ്രികൾച്ചർ ഏരിയ അഥവാ കൃഷി ചെയ്യുന്ന ഏരിയ. അത് കഴിഞ്ഞ് അവിടെയൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോ ഇതാ കാണുന്ന എന്ത്? കടൽ തീരം കാണുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, കുറിഞ്ചി. ഫസ്റ്റ് വൺ കുറിഞ്ചി. കുറിഞ്ചി എന്താണ്? നമുക്കറിയാം കുറിഞ്ചി എന്താണ്?
ഒറ്റ മിനിറ്റ്, നമ്മുടെ എന്ത് പോയി, യെസ്, കുറിഞ്ചി എന്താണ്? മൗണ്ടൻ ഏരിയാസ് ആണ്. ദെൻ സെക്കൻഡ് വൺ ഫോറസ്റ്റ് ഏരിയ ഏതാ? കുറിഞ്ചി, മുല്ലൈ അല്ലെ, മുല്ലൈ ഫോറസ്റ്റ് ഏരിയ. ദെൻ അടുത്തതായിട്ട് വരണ്ട പ്രദേശം അഥവാ മരുഭൂമി പ്രദേശം ഏതാ? പാലൈ അല്ലെ, പാലൈ. ദെൻ ഫോർത്ത് വൺ മരുതം, മരുതം, മരുതം ഏതാണ്? അഗ്രേറിയൻ ഏരിയ അല്ലെ, നമ്മൾ കാണുന്ന വയൽ. അവസാനമായി നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന ഏത്? നമ്മുടെ ആ തിരമാലകളുള്ള കടൽ തീരം. ഫിഫ്ത്ത് വൺ നെയ്തൽ. അപ്പൊ കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. സെറ്റല്ലേ? സെറ്റല്ലേ? സീഷോർ സെറ്റല്ലേ? യെസ്. അപ്പൊ നമ്മൾ പോകുന്നു, നോക്കുന്നു ഏത് രീതിയിൽ തിണകളെ നമുക്ക് പറയാം. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരിക്കുന്നു. ഇതിനെ സംഘകാല കൃതികളിൽ പരാമർശിക്കുന്നു. എങ്ങനെ? ഐന്തിനാസ്, ഐന്തിണകൾ, ഐന്തിണകൾ, ഐന്തിനാസ് എന്ന് പരാമർശിക്കുന്നു. ഐന്തിനാസ് എന്ന് പരാമർശിക്കുന്നു. ഈ പേരിൽ അറിയപ്പെട്ടിരുന്നു. ഈ ഓരോ തിണയെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളും വ്യത്യസ്തമായിരിക്കുന്നു. നോക്കാം നമുക്ക് അല്ലെ. സ്റ്റോറി നമ്മൾ പറഞ്ഞു. മലനിര അല്ലെ, മൗണ്ടെയിൻ, കാട്, മലകൾ, കുറിഞ്ചി. ദെൻ മുല്ലൈ, കുറ്റിക്കാടുകൾ അഥവാ പുൽമേടുകൾ. ഓക്കെ അല്ലേ? കഴിഞ്ഞു വരുമ്പോ കാണുന്നു. ദെൻ പാലൈ, വരണ്ട പ്രദേശം നമ്മൾ പറഞ്ഞു സ്റ്റോറി. ദെൻ മരുതം, വയൽ പ്രദേശം. നെയ്തൽ, തീരപ്രദേശം. ഇത് നോക്കൂ, കുറിഞ്ചിയിൽ കാടും മലയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നത് എന്തൊക്കെയാണ്? ഉപജീവന മാർഗം. വനവിഭവങ്ങൾ ശേഖരിക്കൽ, വേട്ടയാടൽ. സെക്കൻഡ് വൺ മുല്ലൈ, കന്നുകാലി മേയ്ക്കൽ ആണ്. എന്താണ്? പുൽമേടുകളും കുറ്റിക്കാടുകളും, അതുകൊണ്ട് തന്നെ കന്നുകാലി മേയ്ക്കലാണ്. ദെൻ പാലയാവട്ടെ കൊള്ളയും കവർച്ചയുമാണ് അല്ലെ. അവർ മറ്റ് എന്ത് തിണകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അല്ലെ, കുറിഞ്ചിയിൽ നിന്ന് മരുതത്തിലേക്കും മുല്ലയിൽ നിന്ന് നെയ്തലിലേക്കും മരുതത്തിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇടയിലുള്ള ഈ പാലൈ പ്രദേശത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്തുകൊണ്ട് അവരെ കവർച്ച ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മെയിൻ ഘടകം എന്നത് എന്താണ്? ഉപജീവന മാർഗം എന്നത് കൊള്ളയും കവർച്ചയുമാണെന്ന് പറയാം. ദെൻ ഫോർത്ത് വൺ മരുതം, വയൽ പ്രദേശമാണ്. വയൽ പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ എന്താടാ ഉള്ളത്? കൃഷിയാണ് അല്ലെ, കൃഷിയാണുള്ളത്. ദെൻ ലാസ്റ്റ് വൺ നെയ്തൽ, തീരപ്രദേശം. മീൻപിടുത്തം അല്ലെങ്കിൽ മീൻപിടുത്തം അഥവാ ഉപ്പുകുറുക്കൽ ആണ് അവിടെ ഉള്ളത്. നമുക്ക് എങ്ങനെ പറയാം? യെസ്, കുറിഞ്ചി were forest and mountain area collection of forest producing hunting. Mullai, grassland, bushes are cattle ranges. Then Palai, arid region, robbery and plunder. Then Marudam, agricultural field, so agriculture were there. Then നെയ്തൽ എങ്ങനെയാടാ? കോസ്റ്റൽ റീജിയൻ ആണ്. സോ കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ ഫിഷിംഗ് ആൻഡ് സാൾട്ട് എക്സ്ട്രാക്ഷൻ വാസ് ദ മെത്തേഡ് ഓർ മീൻ ഓഫ് ദ ലൈഫ് അല്ലെ. ലൈഫ് ഫുഡിൽ അവർ ജീവിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? ഈ ജീവിത മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് ഷുവറാണ് 100% ഷുവറാണ് ഇത് ഒരു ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത്. അപ്പൊ ഈ ഒരു അഞ്ച് ഘടകങ്ങളും നമ്മൾ പഠിക്കണം. ഏതൊക്കെയാടാ? ഫസ്റ്റ് വൺ വാസ് ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കണം. ദെൻ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ദെൻ ഹമ്മുറാബീസ് കോഡ് ഓഫ് ലോ. ദ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. അതോടൊപ്പം തന്നെ മാഗ്ന കാർട്ട നോക്കുമ്പോൾ ശ്രദ്ധിക്കണേ, മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാൽ മാഗ്ന കാർട്ടയാണെങ്കിൽ the end of monarchy and monarchs are the rise of power was the great revolution in England. Then the oldest legal code in history was Hammurabi's code of law. Then the world's first written constitution were American constitution. Then the power of king were subject to constitution were the French revolution. നമുക്ക് എങ്ങനെ എഴുതാം? രാജാവിന്റെ അധികാരം ഭരണഘടനയ്ക്ക് വിധേയമാക്കിയത് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് എഴുതാം. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലെങ്കിൽ അമേരിക്കൻ ഭരണഘടന. ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയാണ് ഇത്. കോഡ് ഓഫ് ഹമ്മുറാബിയുടെ നിയമസംഹിത. രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുകയും പാർലമെന്റിനെ അധികാരം വർദ്ധിപ്പിക്കുകയും ചെയ്തത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിലാണ്. ദെൻ അടുത്തതായി ഏതാടാ?
അവസാനമായി മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ല. ഈ ഒരു വാക്ക് മറക്കരുത് കേട്ടോ. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ട് അറിയപ്പെടുന്നു, അഥവാ മൈൽ സ്റ്റോൺ ആയിട്ട് അറിയപ്പെടുന്നത് മാഗ്ന കാർട്ട എന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, ഹമ്മുറാബീസ് കോഡ്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ദെൻ മാഗ്ന കാർട്ട, ഇവ അഞ്ചും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കടന്നു പോകില്ല. എങ്കിൽ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം? വിച്ച് slogan is associated with the French Revolution? And prepare a note on French Revolution. നമുക്ക് എങ്ങനെ എഴുതാം? Liberty, equality, fraternity. This is the revolution carried out by the French people. Liberty, equality, fraternity was the slogan. Yes, this is the revolution carried out by the French people in 1789. 1789 അല്ലേ? Raising the slogan of liberty, equality and fraternity, it was through the revolution that the idea of popular sovereignty against royal authority was accepted. With this, a constitution was formed in France and the king's power were subordinates to the constitution. എങ്ങനെ പറയാം? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതാണെന്ത്? ഫ്രഞ്ച് ജനതയുടെ മുദ്രാവാക്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവകരമായ വിപ്ലവമാണിത്. രാജാവിൻ്റെ അധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിൻ്റെ അധികാരം ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. സെറ്റല്ലേടാ? സെറ്റല്ലേ? യെസ്. Then the next question, next important one. Which day is celebrated as Constitution Day in India? ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന ദിനമേത്? ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന ദിനം അല്ലേ? നമുക്ക് ഓൾറെഡി അറിയാം. നവംബർ 26 was the day which we celebrating as Constitution Day in India. അപ്പോൾ ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന ദിനം എന്നത് എന്നാണ്? നവംബർ 26 എന്നതാണ്. So this is the wrapping up of, or the Pakka prediction of Madhav sir in the Christmas exam 2025 6th class. സെറ്റല്ലേ? അപ്പൊ ഇപ്പൊ തന്നെ എന്താണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. If you have any doubts, just message at this ID madhoymp at Instagram. Okay, so in the next session പക്ക പ്രഡിക്ഷനുമായിട്ട് മാധവ് സാർ ഇനിയും വരും. ലൈവ് സെക്ഷനുകൾ കാണാതെ നിൽക്കരുത്, അത് കാണാ. നിങ്ങൾ മാർക്കുകൾ ഉറപ്പിക്കുക. So see you guys in the next video. Bye bye, take care.